ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് സുന്ദരപാണ്ഡിപുരം. തമിഴ്നാട്ടിലെ തന്നെ മനോഹരമായ ഗ്രാമങ്ങളിൽ ഒന്നാണിത്. ഗ്രാമീണ ഭംഗിയും വിശുദ്ധിയും കളിയാടുന്ന ഇവിടേക്കാണ് ഞാൻ വന്നെത്തിയിരിക്കുന്നത്. 600 വർഷങ്ങൾക്ക് മുൻപ് സുന്ദരപാണ്ഡ്യൻ രാജാവ് പണിത ഈ ഗ്രാമത്തിന്റെ ഭംഗി അവർണ്ണനീയമാണ്. വൃത്തിയുടെ കാര്യത്തിലും സാക്ഷരതയുടെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയാണ് ഈ ഗ്രാമം. വീണ്ടും നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്തെത്തിയിരിക്കുകയാണ്. അഗ്രഹാരത്തെരുവ്. ഈ തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഓർമ്മകൾ ഒരു 5 വർഷം പിന്നിലേക്ക് ഞാൻ പോവുകയാണ്. അന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. അത്തരം ഓർമ്മകൾ, ആ മഴ കാഴ്ചകളും ആദ്യമായി ഈ അഗ്രഹാരത്തെരുവിലൂടെ നടന്ന ആ ഓർമ്മകൾ. ഇവിടെ ഇപ്പം നല്ല മഴയാണ്. അപ്പം അതൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഈ അഗ്രഹാരത്തിലിരിക്കുമ്പോൾ മഴ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് ഈ പൂമുഖത്ത് തന്നെ ഇരിക്കാം. നിറച്ചിങ്ങനെ എന്താ പറയുക, നിറഞ്ഞ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. തുള്ളിക്ക് ഒരു ഗുണം എന്നുള്ള കണക്കിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരുവിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാഴ്ച കാണാമല്ലോ. ഇത് മഴ ആസ്വദിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം, അതിന് പറ്റിയൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. അങ്ങനത്തെ ഒരു, ഞാൻ ഏതോ വേറെ ലോകത്തിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ കണ്ടു കഴിഞ്ഞാൽ മഴയത്തേക്ക് ഇറങ്ങി നടക്കാനാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ തെരുവിലൂടെ ഇങ്ങനെ ഓടി നടക്കാൻ തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ കുത്തി ഒഴുകി വരുവാണ്, മഴവെള്ളം ഇങ്ങനെ ഒഴുകുന്നു. ഇത് രസമാണല്ലേ. ഇതിന് മഴയെ വർണ്ണിക്കാൻ നമുക്ക് വാക്കുകളില്ല. നമ്മളിപ്പോൾ കടലിനെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് മഴയെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ വന്നിട്ടും എനിക്ക് നല്ല മഴ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷം തന്നെയാണ്. സുന്ദരപാണ്ഡ്യപുരത്തിലെ അഗ്രഹാരത്തെരുവിലൂടെ നടന്ന് ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് കൃത്യമായ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടേക്കാണ് നമ്മൾ വന്നത്. മീന കൃഷ്ണ എന്ന് പറയുന്ന മീനമാവി എൻ്റെ പഴയ ഫ്രണ്ടാണ്. നിങ്ങൾക്കെല്ലാം ഓർമ്മയില്ലേ? തിമിർത്തു പെയ്യുന്ന മഴയാണ്. ശരിക്കും ഞാനിപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചെത്തിയ പോലെ ഒരു ഫീലിംഗാണ്. സാധാരണ നമ്മളൊക്കെ കുഞ്ഞു കുട്ടികളായിരിക്കും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മഴ എന്ന് പറയുമ്പോൾ മഴയുള്ള ദിവസങ്ങളിൽ സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്തേക്ക് ഓടി എത്തിയിട്ട് നല്ല ചൂടുള്ള പലഹാരങ്ങളോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് ഓടി വരും അല്ലേ. ഇവിടെ വന്നപ്പോഴും അങ്ങനത്തെ ഒരു തോന്നലാണ്. മഴയൊക്കെ അപ്പോൾ എന്തെങ്കിലും കഴിക്കണം തോന്നും. അപ്പോൾ ഇവിടെ നല്ല 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 ചേച്ചിമാരുണ്ട്, അക്കമാരുണ്ട്, പാട്ടിമാരുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ നല്ല രുചിയുള്ള ഭക്ഷണവും കാണുമല്ലോ അല്ലേ. ഈ മഴയെ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞാൻ പോകുന്നതോടൊപ്പം തന്നെ മഴയോടുകൂടി തന്നെ മഴയെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു അക്കയുടെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. രുചി തേടിയിട്ടുള്ള എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ സ്ഥലം ഇങ്ങോട്ട് കയറാൻ പോവാണ്. പുള്ളിക്കാരിയുടെ ഒരു സ്വീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, അശോക ഹൽവ. കേട്ടോ, ഓർമ്മയുണ്ട്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ വീണ്ടും വരുന്നത്. പക്ഷേ വലിയ സന്തോഷം. ആലോചിച്ചൊക്കെ തിരിഞ്ഞു വരുന്നത് ഹോം കമ്മിങ് പോലെയാണ്. തിരിച്ചു വരുന്നതിൻ്റെ സന്തോഷമാണ്.
ഞാൻ അന്ന് വരുമ്പോൾ ചെറുമോൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ, ഗ്രാൻഡ് ചൈൽഡ്. ഇന്നിപ്പോൾ മകള് സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹത്തില്ല വീട്ടിൻ്റെ അകത്ത് അതേ വീട് അതേ ആള്, എന്ത് സന്തോഷം. ഭയങ്കര സന്തോഷം.